യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയാതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ, ആയാതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണാസമ്പന്നനും വാഗ്ദത്തങ്ങളിൽ വിശ്വസനും വാക്ക് പറഞ്ഞാൽ മാറാത്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ നിൻ്റെ കൃപ ഞങ്ങൾക്ക് വേണമപ്പാ. അത് ഞങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാകയാൽ അത്യന്തപരമായ കൃപയും സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെട്ടിട്ട് ഞങ്ങളുടെ ക്ഷീണങ്ങളെ ഭാരങ്ങളെ രോഗങ്ങളൊക്കെ സൗഖ്യമാകട്ടെ. ദൈവകൃപയും ആശ്വാസവും അടിയങ്ങൾക്ക് തന്നാട്ടപ്പാ. സ്തോത്രം സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയനുസരിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങളും രോഗങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും തിരുമുൻപാകെ ഏൽപ്പിച്ചു തരിക. അങ്ങയുടെ പാദപീഠയിൽ കടന്നു വരുന്നവരാരും ഒരു നാളിൽ ലജ്ജിച്ചുവാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലോ. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചെന്ന് പറയുവാൻ തക്കവണ്ണം കൃപയാൽ പിന്നെയും ഭാഗ്യമൊരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ദാനം തന്നെ ആണും കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ കൊച്ചു തലമുറകളിൽ ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാടുകളും അയൽ കുടുംബങ്ങളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും അനാഥരും വിധവകളും എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് ചേർത്ത് വയ്ക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധാനത്തിൽ വിടുതലുണ്ട്, ആശ്വാസമുണ്ട്, സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്, സമൃദ്ധിയുണ്ട്. അങ്ങ് നല്ലവനും വലിയവനും മനസ്സറിവും കാരണയുമുള്ള ദൈവമാ. അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരുന്ന് കടന്നു വരുന്നു കർത്താവേ. ഈ സമയഹാലിൽ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ കാത്തുകൊള്ളണമേ. എല്ലാ സമാധാനവും സമൃദ്ധിയും കൊടുത്ത് നിറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ പഠനത്തെ മാനിക്കണമേ. അവരെ ജയത്തോടെ നടത്തണമേ കർത്താവേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഓരോ മക്കളെയും പേരായിട്ട് ഏൽപ്പിക്കുന്നു. വിവിധ കോഴ്സുകളിലായിരിക്കുന്ന, ഡിഗ്രിക്കായിരിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OET IELTS ജർമ്മനും പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കൾ, ഇൻ്റർവ്യൂവിനായി കാത്തിരിക്കുന്ന മക്കൾ, അങ്ങനെ പലവിധ പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കൂടി ആഗ്രഹത്തോടും കാത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താപ്പച്ചൻ്റെ പൊന്നുകരം നീട്ടിയവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കഷ്ടമോ സങ്കടമോ അവരുടെ ജീവിതത്തിലുണ്ട്, അനുവദിക്കാതെ സ്വർഗത്തിലെ അപ്പച്ചൻ വേണ്ടെന്നത് കരുതി ഒരുക്കിക്കൊള്ളുമാറാകണം. എൻ്റെ കർത്താവിൻ്റെ മുഖത്ത് നോക്കുന്ന കുഞ്ഞുങ്ങളൊന്നും ഒരു നാളിൽ ലജ്ജിച്ചു പോകരുതെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ആവശ്യത്തിൻ്റെ നടുവിൽ സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം ഞങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിപ്പാൻ മുഖാന്തരം ഒരുക്കണമേ. വിവാഹപ്രായമായ മക്കൾക്ക് നല്ല തലമുറകൾ കർത്താവെ നല്ല തക്ക തുണയൊരുക്കിയവരെ സഹായിക്കുമാറാകണമേ. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് നല്ല തലമുറകളെ നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ അവിടുത്തെ ഉള്ളംകരത്തിൽ വഹിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം ഒരുക്കണേ എന്നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഊനമില്ലാത്ത തലമുറയെ കൊടുത്ത് സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. കടഭാരത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുത്താട്ടപ്പാ. ഹല്ലേലൂയ. ഭവനമില്ലാത്ത മക്കൾ വാടക ഭവനങ്ങളിൽ കഴിയുന്നവർ, ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളെയൊക്കെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും അവസ്ഥകളും ആവശ്യങ്ങളും അറിയാവുന്ന കർത്താവ് അവിടുന്ന് അവരെ സഹായിക്കണമേ, അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ.
ഈ സമയം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ ആയിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെയും സഹോദരവർഗ്ഗങ്ങളെയും അനുഗ്രഹിക്കണേ. മാതാപിതാക്കളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നതിനെ സംരക്ഷിക്കണമേ. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. ഹല്ലേലൂയ കർത്താവ്. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. മ്ലേച്ഛമായ ജീവിതം നയിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവ്. അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഫോണിന് അടിമപ്പെട്ടവർ, കൂട്ടുകാർക്ക് അടിമപ്പെട്ടവരൊക്കെ ഉണ്ട് കർത്താവ്. അപ്പച്ചൻ്റെ തൃക്കരങ്ങളിലോട്ട് ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. മക്കളെ കർത്താവേ ഹല്ലേലൂയ കർത്താവിൻ്റെ ദാനമാ അവർക്ക് മാനസാന്തരം നൽകണം. ആരും നഷ്ടപ്പെട്ടുവാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിനെ സ്വർഗം തുടയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഈ സമയം ഞങ്ങളുടെ രോഗികളുമായ തിരുമുൻപാകെ കടന്നു വരുന്ന ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. നാഥാങ്ങ് തൊട്ടൊരു അങ്ങേ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ സൗഖ്യം ലഭിക്കുമല്ലോ കർത്താവേ. ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഡെലിവറി റൂമിൽ കിടക്കുന്നവർ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ എല്ലാവരെയും മുൻകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ സഹായിക്കണമേ, സഹായിക്കണമേ. പൂർണ്ണമായ വിടുതലും സൗഖ്യം ഓരോ മക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവേ സ്തോത്രം. ഉദരസംബന്ധമായ രോഗങ്ങൾ, ഇവരുടെ തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ഉറക്കമില്ലാത്തവർ, ആസ്മാ രോഗികൾ, തൈറോയിഡുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ ഹല്ലേലൂയ ദൈവമായ കർത്താവേ സ്തോത്രം സ്തോത്രം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, അപ്പോൾ യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ ഹല്ലേലൂയ. ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ള ജീവിതങ്ങളെ അപ്പാപ്പൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ച് തരുന്ന കർത്താവേ. അപ്പോൾ കേൾവിയില്ലാത്തവർ, കാഴ്ചയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, സ്പർശനശേഷിയില്ലാത്തവരൊക്കെ ഉണ്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം അപ്പാ. അപ്പച്ചൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നപ്പാ. നീ ഉള്ളതുപോലെ കാണുന്ന ദൈവം, ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണ്. അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട കരം, സൗഖ്യത്തിൻ്റെ കരം, വിടുതലിൻ്റെ കരം ഓരോ മക്കളുടെ മേലും വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ സഹായിക്കണം, സഹായിക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. സകല നീറുന്ന വേദനകളെയും അപ്പച്ചൻ്റെ പാദപിടുത്തിലോട്ട് ഏൽപ്പിക്കുന്നു. ഉള്ളതുപോലെ കാണുന്ന അപ്പച്ചൻ അവിടുന്ന് എല്ലാവരുടെയും കണ്ണുനീരിനെ തുടയ്ക്കണമേ. സമാധാനത്തെ കൽപ്പിക്കണമേ. കൃപയിൽ ജീപ്പാൻ ഇട്ടിയാക്കണമേ കർത്താവ്. ഹല്ലേലൂയ. കാളതൻ്റെ യജമാനെയും കഴുതൻ്റെ യജമാൻ്റെ പുറ്റത്തൊട്ടിയും അറിയുന്നെങ്കിലും എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ലെന്നെടുത്ത വചനത്താൽ കർത്താവേ സ്തോത്രം. നിന്നെ അറിയാതെ ആയിരങ്ങൾ നടക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ സ്തോത്രം. ഓരോ വ്യക്തി ജീവിതങ്ങളും എൻ്റെ കർത്താവിനെ അറിയുവാൻ തക്കണം മുഖാന്തരം ഒരുക്കുമാറാകുകയെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവ്. ഈ സമയത്ത് ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. എല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കണം. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം എല്ലാ മക്കളും സമാധാനത്തോടും ദൈവകൃപയോടുമായിരിക്കട്ടെ. ഏൽപ്പിച്ച ജോലി തങ്ങൾ ലാഭോളം ചെയ്തെടുപ്പാൻ സഹായിച്ചാട്ടെ. ഹല്ലേലൂയ. സുവിശേഷ വേലകളെല്ലാം അനുഗ്രഹിക്കണേ. എല്ലാ പ്രയാസബുദ്ധിമുട്ടും എല്ലാവരെയും വിട്ടുവയ്ക്കണമേ. കഷ്ടം അനുഭവിക്കുന്നവരെ സ്വർഗം കാത്തുകൊള്ളണേ. അവരെ പൂർണ്ണമായും വിട്ടുവയ്ക്കണമേ കർത്താവ്. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കും. ഞങ്ങളുടെ രോഗികളെല്ലാം കരുണയോടെ ഓർക്കണമേ. അവിടുത്തെ സമാധാനത്തെ ഞങ്ങളെല്ലാം നിറയ്ക്കണമേ. അപ്പം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെയും ചുറ്റുപാടുകളെയും അനുഗ്രഹിക്കണേ. അതിൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം 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 സ്തോത്രം. വിവാഹത്തിന് ഒരുങ്ങുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന അതാ ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ വിവാഹ ശുശ്രൂഷയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണം. ഒന്നിനും കുറവ് കൂടാതെ ശ്രേഷ്ഠമായത് എല്ലാവർക്കും കരുതി അപ്പച്ചൻ കൊടുക്കുമാറാകണം. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ദൈവം എല്ലാവരും ഒരുക്കണമേ കർത്താവേ. സ്തോത്രം 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 കർത്താവ്. എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ച് തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് നന്ദിയും സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം.